بسم الله الرحمن الرحيم يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيد وعدا علينا إنا كنا فاعلين. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിതം ക്രമീകരിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. വളരെ ശക്തമായ പ്രളയക്കെടുതിയിൽ നമ്മുടെ നാടും അകപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈരാറ്റുപേട്ടയിൽ പ്രളയസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനിടയിൽ ചില മനുഷ്യരെയും ചില കാഴ്ചകളെയും കണ്ടതിൻ്റെ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അറിഞ്ഞതിൻ്റെ ഒരു നൊമ്പരം മനസ്സിലുണ്ട്. അല്ലാഹു പ്രതിസന്ധിയിൽ അകപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും പൂർവാധികം ശക്തിയിൽ അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളിലേക്കും സൗകര്യങ്ങളിലേക്കും തിരിച്ചു വരാനുള്ള തൗഫീഖിനെ നൽകുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും പടച്ച റബ്ബ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ പുതിയ ഷോപ്പ് തുടങ്ങി 4 ദിവസമായിട്ടുള്ളൂ. പരമാവധി ഉദ്ഘാടനമാകുമ്പോൾ ഷോപ്പിൽ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കും, എല്ലാം ക്രമീകരിച്ച് വെക്കും. ഒരു രാത്രി കൊണ്ട് അയാളുടെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും അവസാനിക്കുകയാണ്. ചൂരൽമലയിൽ ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം പൊതുവെ മീഡിയയും അനുബന്ധങ്ങളും ഒക്കെ മടങ്ങിപ്പോന്നതിന് ശേഷം ഞാൻ ഉൾപ്പെടുന്ന ടീം വർക്ക് ഒരു 150 ചെറുപ്പക്കാർ അവിടെയുള്ള മുഴുവൻ വീടുകളും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിലൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ചെലവാക്കാൻ കണ്ട് പ്ലാൻ ഉണ്ടാക്കി മുഴുവൻ വീടുകളും സന്ദർശിച്ചിരുന്നു. അതിനിടയിൽ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടൊരു വ്യക്തിയെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഫോണിൽ ഇങ്ങനെ കാണിച്ചു തന്നു അദ്ദേഹത്തിന്റെ ഹോം സ്റ്റേകള്, കാപ്പിത്തോട്ടം, അദ്ദേഹത്തിന്റെ വലിയ വീട്, ആ പ്രദേശത്ത് തന്നെയുള്ള ഏറ്റവും നല്ല വീടാണ്, വലിയ വീടാണ്, അത് ഒക്കെ ഇങ്ങനെ കാണിച്ചു തന്നു. എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു. നമ്മളിങ്ങനെ നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത്, ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഇനി എന്താണ് വേണ്ടത് എന്ന് ചോദിക്കാനാണ് ചെന്നത്. അപ്പോഴാണ് അദ്ദേഹം മനസ്സ് തുറക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണിച്ചു തന്ന് അത്യാവശ്യം നല്ല സാമ്പത്തികാവസ്ഥയുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പൈസ ബാങ്കിൽ ഉണ്ടാവുമല്ലേ എന്ന് ചോദിച്ചാൽ, അപ്പൊ അദ്ദേഹം വളരെ സരസമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്ക്, എന്തിനാണെന്ന് അറിയില്ല മൗലവി, ഇത് നടക്കണേന്റെ അന്ന് ഉച്ചയാകുമ്പോ ബാങ്കിൽ നിന്ന് പോയിട്ട് ഞാൻ വളരെ ചെറിയൊരു പൈസ അല്ലാത്തത് മുഴുവൻ പിൻവലിച്ച് ലിക്വിഡ് ക്യാഷ് ഞാൻ എടുത്തോണ്ടെന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല. മാനേജർ ചോദിച്ചപ്പോഴും വന്ന് ഈ ചില വാർത്തകളൊക്കെ ബാങ്കിനെ കുറിച്ചും ഗവൺമെന്റിന്റെ സ്ഥിതിയെ കുറിച്ചൊക്കെ ഉള്ള ചില വാർത്തകളൊക്കെ ഞാൻ കേട്ടതായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ചെയ്യാൻ കാരണം. ഒരു 500 റുപ്യയും കൂടി ബാക്കി ഉണ്ടായില്ല. കൊണ്ടെന്ന് വെച്ചാൽ 10 ലക്ഷത്തില് ഒരു 500 രൂപ പോലും ബാലൻസ് ഉണ്ടായില്ല. 2-3 ബാങ്കുകളിൽ നിന്നുള്ള പൈസയൊക്കെ പിൻവലിച്ച് അതൊക്കെ വെള്ളം കൊണ്ടുപോയി. പക്ഷെ അയാൾ എപ്പോഴും പറയണം എന്താ അറിയോ, അൽഹംദുലില്ലാ എന്നാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒന്നുകൂടി ചോദിച്ചു, ഇത്രയൊക്കെ നഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ അൽഹംദുലില്ലാ എന്നാണല്ലോ പറയണേ, ഇത് മനസ്സറിഞ്ഞ് പറയുന്ന അൽഹംദുലില്ലാ ആണെങ്കിൽ ഈ പ്രളയങ്ങൾക്ക് ലാഭമാണ്. അതല്ല അതൊരു ഒഴുക്കിൽ ഇങ്ങനെ വന്നു പോകുന്ന ഒരു അൽഹംദുലില്ലാ ആണെങ്കിൽ അത് ലാഭമുള്ള അൽഹംദുലില്ലാ ആക്കണം. മനസ്സിലായില്ലേ? ലാഭമുള്ള അൽഹംദുലില്ലാ ആക്കണം. നമ്മൾ വന്നതും അതുകൊണ്ടാണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനും കൂടി വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സംശയമല്ല, ഞാൻ മനസ്സറിഞ്ഞാണ് അൽഹംദുലില്ലാ പറയണത്. കാരണം 500 മീറ്റർ അപ്പുറത്ത് എന്റെ മോന് ഒരു മരത്തടിമ ഇങ്ങനെ പിടിച്ചു നിൽക്കുക, ഭാര്യ വേറൊരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് അപ്പോ എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ വയ്യ, അവർക്ക് ഇങ്ങോട്ടും ചെല്ലാൻ വയ്യ, എന്തും എപ്പോഴും അവസാനിക്കാന്നുള്ള വല്ലാത്തൊരവസ്ഥ. അതിന്ന് എനിക്ക് എന്റെ ഭാര്യനെയും മക്കളെയൊക്കെ പടച്ചോൻ തന്നില്ലേ, ഇതൊക്കെ ഇനി രണ്ടാമത് ഉണ്ടാക്കി എടുക്കാലോ എന്നാണ് അവരുടെ പ്രതികരണം. ഞാൻ പറയുന്നത്, അലം യഅതികും നദീർ എന്ന വിശുദ്ധ ഖുർആന്റെ സൂറത്ത് മുൽക്കിലെ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഇമാം സഅദി റഹിമഹുല്ലാ
പുതിയ കാലത്ത് ജീവിച്ച് പഴയ കാലത്തെ മുഫസ്സിരീങ്ങളെയും അവരുടെ വരികളെയും ഒക്കെ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് നമ്മുടെ കാലത്ത് നിന്നുകൊണ്ട് തഫ്സീർ എഴുതിയ മഹാവ്യക്തിത്വമാണ് സൗദി അറേബ്യയിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ഷെയ്ഖ് സഅദി റഹിമഹുല്ല. അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലേന്ന്. നരകത്തിലേക്ക് മനുഷ്യരെ ഇടുന്ന സമയത്ത് നരകത്തിന്റെ കാവൽക്കാർ നരകത്തിലേക്ക് വീഴുന്ന മനുഷ്യരോട് ചോദിക്കുന്നുണ്ടെന്നാണ്. ഈ നദീർ എന്താണ്? ഈ നദീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദഗ്രന്ഥവും പ്രവാചകനും മാത്രാണോ? അല്ലെങ്കിൽ പ്രസംഗവും ലഘുലേഖയും മാത്രാണോ? അല്ല. നമ്മുടെ കൺമുന്നിൽ നമ്മുടെ മരണത്തെയും നമ്മുടെ നിസ്സഹായതയെയും നമ്മുടെ പരലോകത്തെയും ബോധ്യപ്പെടുത്തുന്നതൊക്കെ നമുക്കുള്ള മുന്നറിയിപ്പുകളാണ്. ഞാൻ പറയുന്നത്, പ്രളയത്തിന്റെ വാർത്ത വരുന്നു, അവധി ഉണ്ടാകുന്നു, അങ്ങനെ പലതും സംഭവിക്കുന്നു. അവധിയൊക്കെ ആവുമ്പോ ഒരു 2 കിലോ ഇറച്ചിയും കൂടി കൂടുതൽ വാങ്ങിയിട്ട് നല്ല മലകൂത്ത് വെച്ച് കഴിക്കാം, ഒഴിവേ മക്കളെല്ലാവരും കൂടെ ഉണ്ട് എന്ന് മാത്രമാണോ ചിന്തിച്ചത്? അതല്ല, നമുക്കിതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങളെയും മെസ്സേജുകളെയും നമ്മൾ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഇത് ഗൗരവപൂർവം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? അഫക്റ്റഡ് ആയ ഒരു സമൂഹവും അഫക്റ്റഡ് അല്ലാത്തൊരു സമൂഹവും, അല്ലെ? 2 സമൂഹങ്ങൾ ആണ് നമ്മൾ. ബാധിച്ചവരും ബാധിക്കാത്തവരും ഉണ്ട്. സ്വന്തം വീട് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ സ്വന്തം വീട് അങ്ങനെ പൊളിഞ്ഞാണ് പോണത്, മറിഞ്ഞാണ് വീട് നോക്കി ഇങ്ങനെ നിന്ന് കാണേണ്ടി വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഒരു അണ്ടർവെയർ പോലും ഇല്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ച് കയറേണ്ടി വരിക എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അവിടെയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളും ആ ദൗത്യങ്ങളും നമ്മൾ നിർവഹിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം, എപ്പോഴും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായ പ്രാർത്ഥന എന്നുള്ളത് പ്രധാനമാണ്. സ്വന്തത്തിന് വേണ്ടിയും ബാധിച്ചവർക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥന നമ്മൾ നിർവഹിച്ചോ? പഠിച്ചോനെ ഇങ്ങനത്തെ അപകടമൊന്നും തരില്ല റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചോ? ആ ബാധിച്ച ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചോ? സാമ്പത്തിക നഷ്ടവും ശാരീരിക നഷ്ടവും ജീവനഷ്ടവും ഒക്കെ സംഭവിച്ച അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചോ? ഇത് ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ചൂരൽമലയിൽ ഒരുപാട് മനുഷ്യർ കൂടി നഷ്ടപ്പെട്ട ദുരന്തമായിരുന്നു. ഒരു വീട്ടിൽ ചെന്നപ്പോ ഞങ്ങളോട് ചോദിച്ചത്, എല്ലാതും റെഡിയാണ്, ഓരോരുത്തർ കൊണ്ടുവന്ന് എല്ലാതും 2-3 സെറ്റ് ഇവിടെ റെഡിയാണ്, എനിക്ക് ഉറങ്ങാനുള്ളൊരു ഗുളിക ഉള്ളത് കഴിഞ്ഞു പോയിട്ടുണ്ട്, അത് നിങ്ങൾ തരുമെന്നാണ്. ഉറങ്ങാനുള്ളൊരു ഗുളിക, ഇന്ന് ഉറങ്ങാനുള്ള ഗുളിക അല്ല. കാരണം നമ്മളിങ്ങനെ കണ്ണുകിട്ട് അടയുമ്പോ ഒരു പൊട്ടണ ശബ്ദമാണ് കേൾക്കണത്. പിന്നെ ചളിക്കുണ്ടിൽ നിന്ന് തൊട്ടപ്പുറത്ത് കേവലം മീറ്ററുകൾക്ക് അപ്പുറത്ത് ഉപ്പച്ചേ എന്നെന്റെ മോൻ എന്നെ വിളിക്കണ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. എന്റെ കുട്ടി അവനങ്ങനെ ഒഴുക്കിൽ ഉപ്പച്ചേ എന്നുള്ള വിളി അങ്ങനെ നിശ്ചലമാകുന്നതാണ് ഞാൻ അറിയണത്. ഇരുട്ടിൽ എനിക്കൊന്നും കാണുമായിരുന്നില്ല എന്നാണ്. മനസ്സിലായില്ലേ? വേറൊരു മനുഷ്യൻ പറഞ്ഞത്, എന്റെ ഭാര്യ അവളെ എന്റെ ഉറക്കത്തിൽ എന്നെ വന്നിങ്ങനെ വിളിച്ചുണർത്തും, പിന്നെ എനിക്ക് ഉറക്കല്ല. അപ്പൊ ഇത് അനുഭവിച്ചൊരു സമൂഹത്തിന്റെ നമ്മളെ അരികത്ത് അങ്ങേ എന്താ പറയാ, അമേരിക്കയിലും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് നടന്ന വലിയ വെള്ളപ്പൊക്കത്തിന്റെ റീലല്ല നമ്മൾ കാണുന്നത്. കിലോമീറ്ററുകൾ അരികത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. അങ്ങനെ സംഭവിച്ചിട്ട് അവർക്ക് വേണ്ടി ഒന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയോ? നമ്മളെ ഇവിടെ ഇരുന്ന് ചോദിക്കുക, മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയോ നമുക്ക്? പടച്ചോനെ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയോ? അതോ നമ്മൾ വെറും കാഴ്ചക്കാരാണോ? നോക്കൂ, നിങ്ങൾ സലഫുകൾ പറഞ്ഞു, ഇതി അലൈക്കും സമാനുൻ ലാ യൻജു ഫീഹി ഇല്ലാ മൻ ദഅ ദുആ അൽ ഗരീഖ്. മുങ്ങി മരിക്കുന്ന വ്യക്തി എത്ര ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കുന്നവര് മാത്രമേ രക്ഷ കിട്ടൂ എന്ന് പറയാവുന്ന ഒരു കാലം വരാണ്ട്. മുങ്ങി മരിക്കണോ എങ്ങനെ പ്രാർത്ഥിക്കുക? ഒരാൾ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി മരിക്കാണ്. ആ മുങ്ങി മരിക്കണ വ്യക്തി, അയാൾക്ക് വല്ല അശ്രദ്ധ ഉണ്ടാവുമോ? അയാളെ മനസ്സിലൂടെ വേറെന്തെങ്കിലും കടന്നു പോകുമോ? അങ്ങനെ ചോദിച്ചാൽ മാത്രം ഉത്തരം കിട്ടുന്ന ഒരു കാലം വരാണ്ട്. അങ്ങനത്തെ കാലത്തിലൂടെ ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകും എന്ന് സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിയിലേക്ക് എത്തിയ ഹദീസല്ല, മൗഖൂഫാണ്. പ്രവാചകന്റെ അനുയായികളിൽപ്പെട്ടവർ ഈ ഹദീസുകളെയും വചനങ്ങളെയും ഒക്കെ വിലയിരുത്തി അവരവരുടെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കണം. നമ്മൾ ഇതുപോലത്തെ ഒരു ഘട്ടത്തിൽ നമ്മളെ അറിയാത്ത, നമ്മളെ കാണാത്ത, തിരിച്ചറിയാത്ത വീഡിയോകളിലൂടെ മാത്രമൊക്കെ കണ്ട ഇത്തരം മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം എന്താ? അയാൾ എവിടെയുള്ള ആളായിക്കോട്ടെ, അയാൾ ഏത് ജാതിയിൽപ്പെട്ട ആളായിക്കോട്ടെ, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം എന്താ? നമുക്ക് വേണ്ടി ഒരു മലക്ക് പ്രാർത്ഥിക്കും, നിനക്കും ഇങ്ങനെയൊക്കെ തന്നെ ആകട്ടെ.
നമുക്ക് മലക്കിന്റെ അടുത്ത് നിന്നുള്ളൊരു പ്രാർത്ഥന കിട്ടും. വീട് പൊളിഞ്ഞാടുന്നത് കാണുമ്പോ പടച്ചോനെ ഹൈറാക്കി കൊടുക്കുക, അയാളുടെ വീട് നീ ശരിയാക്കി കൊടുക്ക്, അയാൾക്ക് അപമാനങ്ങളില്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് കൊടുക്കുന്നേ. കണ്ണ് നനച്ച് ചങ്ക് പൊട്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി ഒരു മലക്ക് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക? നിന്റെ കാര്യത്തിലും പടച്ചോൻ നല്ല സുരക്ഷിതത്വം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ പഠിച്ച ആൾക്കാരാണ് നമ്മൾ. അത് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ അറിയിക്കണം. മാത്രല്ല, ഒരു പ്രാർത്ഥന നടത്തുമ്പോ ഇന്ന ദുആ യൻഫഉ മിമ്മാ നസല വമിമ്മാ ലം യൻസിൽ, നമുക്ക് ബാധിച്ച ഒരു കാര്യത്തിലും ബാധിക്കാനിരിക്കുന്ന ഒരു കാര്യത്തിലൊക്കെ യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഉപകരിക്കും എന്നാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ മാരക രോഗങ്ങളിൽ നിന്ന് ശയ്യാവലംബികളായി ദീർഘകാലം കിടക്കണിന്ന് ഞാൻ ജീവിച്ചിരിക്കെ എന്റെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ പോയി, ഈ വയസ്സാം കാലത്ത് അവരുടെ മയ്യത്ത് നിസ്കരിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ നീ കാത്തോളണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുമ്പോ നമുക്ക് ബാധിക്കാനിരിക്കുന്നതിനെ അത് ശക്തമായി തടയുന്നതാണ്. നമുക്ക് ബാധിച്ചതിലുള്ള എന്തെങ്കിലുമൊക്കെ ബാധിച്ചതുണ്ടെങ്കിൽ അതിൽ പരിഹാരമുണ്ടാകും എന്നാണ്. മാത്രല്ല, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഇന്നൽ ബലാഅ ലയൻസിലു ഫയൽഖാഹു ദുആ, ഒരു ദുരന്തം നമ്മുടെ തലക്കുമീലെ ഇങ്ങനെ ഇറങ്ങിയിരിക്കും. ഒരു മാരക രോഗം, ഒരു വലിയ അപകടം, ഒരു ആക്സിഡന്റ്, ഒരു അപമാനം, അത് നമ്മളെ തേടി ഇങ്ങനെ വരികയായിരിക്കും. നമുക്കുള്ള ഖദറിൽ അതുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ നേരത്തെ നടത്തിയ ദുആ ഉണ്ട്, പടച്ചോനെ അപമാനിതനാക്കല്ലേ റബ്ബേന്ന്. ഈ വിധിയും ഈ ഖലാഉം ഈ ദുആയും നമ്മൾ കണ്ടുമുട്ടുന്നതാണ്. എന്നിട്ട് ഫയഅ്തജിലാനി ഇലാ യൗമിൽ ഖിയാമ, അത് പരലോകത്ത് എത്തുന്നത് വരെ, പരലോകത്തിന്റെ നേരം വരെ അതിങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ദുആ അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പ്രാർത്ഥനക്ക് വലിയ പ്രാധാന്യമുണ്ട്, നമ്മൾ മറക്കരുത്. നമ്മളൊരു കുഞ്ഞു വാക്കാ പറയണം, പടച്ചോനെ കാക്കണേന്ന്, അല്ലേ? പക്ഷെ അത് അങ്ങനെ ആകണമെങ്കിൽ എന്താ അറിയോ? നമ്മളെ പരിപാടി പടച്ചോനോട് മാത്രം ആകണം. അരിയിലൊരു ഏലസും കയ്യുമ്മ വേറൊരു കെട്ടും അടുപ്പിൽ പിന്നെ കുഴിച്ചിട്ടൊന്നും പറമ്പിന്റെ തെക്കേ തലക്കെ പിന്നെ എന്താ പറയാ കുഴിച്ചിട്ട ചെമ്പും മുട്ടമ്മ എഴുതിയതും ഒക്കെ കൂടെ കൊണ്ടുകിടന്ന കിട്ടൂല. ഹദീസിന്റെ വാചകം ശ്രദ്ധിച്ചോളി. എന്താണ്? ഇന്നൽ ബലാഅ ലയൻസിലു ഫയൽഖാഹു ദുആ, ഒരു നമുക്ക് വേണ്ടി റബ്ബ് നിശ്ചയിച്ചൊരു ദുരന്തം അതിങ്ങനെ ഇറങ്ങും. അപ്പോഴാണ് അത് ദുആയെ കണ്ടുമുട്ടുക. എന്നിട്ട് പരലോകത്തിന്റെ ദിവസം വരെ, ഖിയാമത്ത് നാൾ വരെ അത് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. ആ വ്യക്തിയിലേക്ക് വരാതെ ആ ദുആ അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് എന്താണ് ഖലാഇനെ തടയുക ദുആ മാത്രമാണ് എന്ന് നമുക്ക് ഹദീസിൽ കാണാം. ഖലാഇനെ തടയുക ദുആ മാത്രമാണ്. അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടിയും ചുറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടിയിരുന്നൊരു സമയമാണിത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ വാർത്തകളൊക്കെ വന്നപ്പോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമ്മളോട് ചോദിക്കാം. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? ഇത് തൗബന്റെ ഇസ്തിഗ്ഫാറിന്റെ സമയമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ ചോദിച്ചു, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ, ഓരോ കൊല്ലത്തിലും ഒന്നും രണ്ടും തവണ അവർ പരീക്ഷിക്കപ്പെടുന്നില്ലേ? അവർക്ക് പല ജാതി പരീക്ഷണം ഇറങ്ങണില്ലേ? വാപ്പാക്കും വാപ്പാന്റെ വാപ്പാക്കും അറിയാത്ത ജാതി പേരുള്ള രോഗങ്ങൾ, N1, H1, കോവിഡ്, മനുഷ്യന്റെ മൈക്രോസ്കോപ്പുകൾക്ക്, സൂക്ഷ്മമായ മൈക്രോസ്കോപ്പുകൾക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഒരു രോഗാണുവിന് വേണ്ടി നമ്മൾ ട്രിപ്പിൾ ലോക്കും 5 ലോക്കും 10 ലോക്കും കിട്ടി നമ്മള് റോഡുകൾ തടഞ്ഞു വെച്ച് വീടുകൾ കൊട്ടിയടച്ച് ഇരിക്കേണ്ടുന്ന ഘട്ടം വന്നു, അല്ലേ? എന്നിട്ടും മനുഷ്യൻ ആലോചിച്ചോ? മനുഷ്യന്റെ നിസ്സഹായത. അവൻ റോക്കറ്റുകളും സൂപ്പർസോണിക് വിമാനങ്ങളും മഹാ അത്ഭുതങ്ങളും സൃഷ്ടിക്കുന്നവനാണ്. കരയും കടലും ആകാശവും അവന്റെ കൈവെള്ളയിൽ, അവന്റെ ചൂണ്ടുവിരലിന്റെ അറ്റത്തുണ്ടെന്ന് അവൻ വിചാരിക്കണേ. ഒക്കെ ഉണ്ടായിട്ട് എന്തു പറ്റി? ഇത്തിരി പോന്ന മനുഷ്യന്റെ കണ്ണുകൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത സൂപ്പർ മൈക്രോസ്കോപ്പുകൾക്ക് മാത്രം കാണാൻ പറ്റുന്ന അത്ര കുഞ്ഞു രോഗാണുക്കൾ, അവയെ ഭയന്നവന് ഇരിക്കേണ്ടി വന്നു. ഓരോ വർഷത്തിലും 1, 2, 3 തവണ അവന് പരീക്ഷണം വരുന്നില്ലേ? എന്നിട്ട് ചോദിക്കുക സുമ്മലായ തൂബൂൻ, എന്നിട്ട് എന്താ മനുഷ്യന്മാരെ നിങ്ങൾ തൗബ ചെയ്യാത്തത്? വലാഹും യദ്ദക്കറൂൻ, എന്താ നിങ്ങൾ ഉത്ബോധനം ഉൾക്കൊള്ളാത്തത്? ഈ മഹാഗ്രന്ഥം, ഉത്ബോധനത്തിന്റെ ഗ്രന്ഥം നിങ്ങളെ മുന്നിലുണ്ട്. മനുഷ്യ ചരിത്രം ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണ ഈ ഗ്രന്ഥമുണ്ട്. ഇതിൽ പറഞ്ഞൊരു കാര്യത്തിൽ യൂട്ടേൺ ഇല്ല, അല്ലേ? നമ്മുടെ നാട് ഒരു ഈ ഗവൺമെന്റ് കഴിഞ്ഞ് അടുത്തൊരു ഗവൺമെന്റ് കൂടി കഴിയുമ്പോൾ വരാൻ പോണ ഒരു ഓഫർ ഉണ്ട്. എന്താ ഓഫർ അറിയോ? ഇപ്പൊ നമ്മള് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിച്ചു സർക്കാർ. വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. അവരെ അവർക്ക് വേണ്ട
എന്താ പറയാ, വൃദ്ധസദനങ്ങൾ ഔദ്യോഗികമായി തുടങ്ങുന്നതാണെങ്കിൽ അതിനോട് 101% വിയോജിക്കുന്നു. അല്ല, കൊട്ടിയടക്കപ്പെട്ട ഗേറ്റിന്റെ അപ്പുറത്ത് മക്കളെയും കാത്തിരിക്കുന്ന, അവരുടെ ഊർജമുള്ള പ്രായത്തിൽ മക്കൾ കുഞ്ഞുങ്ങളായിരുന്ന പ്രായത്തിൽ അവരുടെ അന്നത്തെ കളികളും ചിരികളും ഓർത്ത് കണ്ണീർ വാർക്കുന്ന കുറെ വയോജനങ്ങളെ സൃഷ്ടിക്കാനാണെങ്കിൽ അതിനോട് 100% വിയോജിക്കുന്നു. അതല്ല, അത്തരം വൃദ്ധസദനങ്ങൾ അടച്ചുപൂട്ടി അത് വേറൊരർത്ഥത്തിൽ റീപ്ലേസ് ചെയ്യപ്പെട്ട് മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതാണെങ്കിലൊക്കെ ഞാൻ പറയുന്നത് അത് നല്ല സംഭവം. ഇനി വരാൻ പോണ വേറൊന്നും എന്താ അറിയോ, പ്രസവിക്കാനിരിക്കുന്ന സ്ത്രീകൾക്ക് വലിയ ഓഫറുകൾ വരും. ഇവിടെ ഇത് യൂട്യൂബിൽ ഈ വീഡിയോ അന്നുണ്ടാവും. പ്രസവിക്കാനിരിക്കുന്ന സ്ത്രീകൾക്ക് ഓഫർ വരും. അത് വന്നു. കാരണം എന്താ അറിയോ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വികസനം വേണമെങ്കിൽ രാജ്യത്തെ അംഗങ്ങളുടെ എണ്ണം കുറയണം എന്നുള്ളൊരു തിയറി വളരെ ഔപചാരികമായി സൃഷ്ടിക്കപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ നാം 2 നമുക്ക് 2 എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ നാം 1 നമുക്കൊന്നു പിന്നെ പറഞ്ഞു, നാം ഒന്നല്ലേ പിന്നെ എന്തിനാ നമുക്ക് വേറൊന്നു പിന്നെ ചോദിച്ചു, പിന്നെ നമ്മൾ എന്തിനാ അങ്ങനെ ജീവിക്കണേ, നമ്മളങ്ങനെ പറ്റണ നേരത്തൊക്കെ കണ്ടാ പോരെ, ലിവിങ് ടുഗദർ ആക്കിയാ പോരെ എന്ന് അതിന്റെ ശേഷം ചോദിച്ചു. അതിന്റെ ശേഷം ഇപ്പത്തെ ട്രെൻഡിങ് ക്വസ്റ്റ്യൻ എന്താ, ആണും പെണ്ണും തന്നെ വേണമെന്നില്ലല്ലോ, ആണും ആയിക്കൂടെ, പെണ്ണും ആയിക്കൂടെ എന്നാണ്. അതുവരെ നമ്മളെ നാട്ടിലെത്തിയിട്ടുള്ളൂ. അതിന്റെ LGBTQ+ന്റെ പ്ലസ്സില് യൂറോപ്പിലൊക്കെ ഉള്ള എന്താ അറിയോ, മൃഗങ്ങളോടും ആകാം എന്നാണ്. മനസ്സിലായില്ലേ, മൃഗങ്ങളോടും ആകാം എന്നാണ്. ഇത് സ്ട്രോങ് യൂട്ടേൺ ആണ്. ഇപ്പൊ എന്താ, നാട്ടിലെ ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. സ്കൂളുകളിലൊക്കെ പോസ്റ്റ് മുഴുവൻ പോവുകയാണ്. കാരണം ബർത്ത് റേറ്റ് കുറഞ്ഞു. അതുകൊണ്ട് ലോകത്ത് റഷ്യ തൊട്ട് ചൈന തൊട്ട് സൈന്യങ്ങളെ ഇറക്കി സ്ത്രീകളുടെ പ്രസവം നിയന്ത്രിച്ച രാജ്യങ്ങളൊക്കെ വലിയ ഹോർഡിങ്സ് വെച്ചു. എന്താ ഹോർഡിങ്സ്? പ്രസവിക്കുന്ന സ്ത്രീകൾക്കുള്ള ഓഫർ. ഞാൻ പറയണത് ഈ മഹാഗ്രന്ഥം പറഞ്ഞ ഒന്നിലൊരു യൂട്ടേൺ ഉണ്ടാവില്ല. വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവൻ തന്നെയാണെന്ന് തന്റെ ഇടത്തോടെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആ നിലക്ക് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പിന്നെ എന്താ പറയാ, ഖുർആൻ പറഞ്ഞ ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളാനായില്ലേ എന്നാണ്. ഓരോ വർഷവും 2ഉം 3ഉം പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടും നിങ്ങൾ തൗബ ചെയ്യുന്നില്ലേ എന്നാണ് ഖുർആനിന്റെ ചോദ്യം. ആ ചോദ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടിരുന്നോ? വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. തൗബ ചെയ്യാനുള്ള ഈ അവസരത്തെ, വിശ്വാസികളെ നിങ്ങൾ തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആ നിലക്ക് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോഴും വർഷങ്ങളായി അതേ പാപം നമ്മൾ തുടരുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താ അറിയോ, ജീവിത നിലപാട് നന്നാക്കുക എന്നുള്ളതാണ്. ഇതുപോലത്തെ ദുരന്തങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ജീവിത നിലപാടുകൾ നന്നാക്കുക എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും, സലഫുകൾ പറയാണ്, വഖദ് സുൽസിലത്തിൽ അർളു ഇന്ന റബ്ബക്കും യസ്തഅതിബുക്കും ഫഅതിബൂ. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് അവന്റെ തൃപ്തിയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുകയാണ്. ഭൂമി പ്രകമ്പനം കൊള്ളുമ്പോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ പടച്ചവൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങൂ എന്ന് ആവശ്യപ്പെടുകയാണെന്നാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ കാലത്ത് ഭൂമി കുലുങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ ഗവർണർമാർക്കൊക്കെ അദ്ദേഹം എഴുതി, ഇന്ന ഹാദിഹി റജ്ഫ ശൈഉൻ യുആതിബുല്ലാഹു ബിഹി ഇബാദഹു. ഈ ഒരു ഭൂകമ്പം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദാസന്മാരെ തിരുത്താനുള്ളതാണ്. ഫമനിസ്തതഅ അൻ യതസദ്ദഖ ഫല്യഫ്അൽ. അതുകൊണ്ട് സദഖ കൊടുക്കാൻ പറ്റിയവരൊക്കെ സദഖ കൊടുക്കുക. ഖദ് അഫ്ലഹ മൻ തസക്ക. ജീവിതത്തെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുന്നുവെന്ന ആയത്തുകൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കത്ത് യഥാർത്ഥത്തിൽ അവസാനിക്കുന്നത്. മൂന്നാമത്തെ കാര്യം അതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ, ഫകുല്ലൻ അഖദ്നാഹു ബിദംബിഹി, ഓരോരുത്തരെയും അവരുടെ പാപങ്ങൾ കാരണം റബ്ബ് പിടിക്കും. ഫമിൻഹും മൻ അർസൽനാ അലൈഹിം ഹാസിബ വമിൻഹും അഖദതുഹു സൈഹ വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള വമിൻഹും മൻ അഗ്റഖ്നാ വമാ കാന അല്ലാഹു ലിയുദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. കൃത്യമായിട്ട് പറയാണ്, മനുഷ്യനെ അവന്റെ പാപങ്ങൾ കൊണ്ട് പിടിക്കും. ചിലരുടെ മേൽ ചരൽ വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സമൂഹങ്ങളെ അള്ളാഹു ആകാശത്ത് നിന്ന് ചരൽ വർഷങ്ങൾ, എന്താ പറയാ, ചൂടുവെച്ച കല്ലുകൾ ആകാശത്ത് നിന്ന് പെയ്തിറങ്ങി, മഴ പോലെ ഇറങ്ങി. എന്നിട്ട് ഒരു ജനതയെ അള്ളാഹു കാഴ്ചയില്ലാത്തവരാക്കി മാറ്റി. ഏതാ? ലൂത്ത് അലൈഹിസ്സലാമയുടെ ജനതയ്ക്ക് വന്ന ആദ്യത്തെ ശിക്ഷ അതായിരുന്നു. ദ നാച്ചർ മാഗസിൻ, ദ നാച്ചർ എന്നുള്ള പേരിൽ ലോകത്തെ സുപ്രസിദ്ധമായ മാഗസിൻ ഉണ്ട്. ആ മാഗസിൻ കഴിഞ്ഞൊരു 12-13 മാസങ്ങൾക്ക് മുമ്പ്, ഒരു 1.25 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നൊരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് എന്താണ്?
ഈ പറയുന്ന ലൂത്ത് അലൈഹിസ്സലാമയുടെ ജനത ജീവിച്ച നാട്ടിൽ ചില പ്രത്യേക കല്ലുകൾ കാണുന്നുണ്ട്. ആ കല്ലുകൾ ഭൂമിയിലുള്ള സാധാരണ കല്ലുകളല്ല, അത് പുറത്തുനിന്ന് വന്ന കല്ലുകളാണെന്നാണ്. ആകാശത്ത് നിന്ന് പെയ്തിറങ്ങിയ കല്ലുകളാണെന്നാണ്. ബുഖാരിന്ന് മുസ്ലിം നല്ല ഞാൻ കോട്ടിയുണ്ട്. ദ നാച്ചർ എന്നുള്ള മാഗസിനാ. ദ നാച്ചർ മാഗസിനിൽ ഉണ്ടായാലേ വിശ്വസിക്കാൻ പറ്റൂ, ബുഖാരിയിൽ മുസ്ലിമിൽ ഉണ്ടായാൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് വേറൊരു അസുഖമാണ്. അത് നമ്മൾ പേഴ്സണലായിട്ട് ചികിത്സിക്കേണ്ട ഒരു അസുഖം. ഓ, ദ നാച്ചർ മാഗസിനിലൊക്കെ ഉണ്ടല്ലേ, എന്നാ ഓക്കെ. ബുഖാരിയിൽ ഉണ്ടെങ്കിൽ പറ്റൂല എന്ന് പറയുന്ന അസുഖം അത് നമുക്ക് ഉണ്ടാകരുത്. കാരണം അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അങ്ങനെ തുടങ്ങിയത്. അതിൽ യാതൊരു സംശയവും വിശ്വാസിക്ക് ഉണ്ടാവൂല. വിശ്വാസിക്ക് സംശയമില്ലാത്ത വിധം അവൻ അവന്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അപ്പൊ സഹോദരന്മാരെ, ചരൽ വർഷങ്ങൾ കൊണ്ട് അള്ളാഹു ഇല്ലാതാക്കും. ചില ആളുകളെ ശബ്ദം കൊണ്ട് അല്ലാതാക്കിയത്. വേറെ ഭീകരമായ ശബ്ദം കേട്ടിട്ടാൻ മരിച്ചു വീണു മനുഷ്യന്മാര്. ആ നാട്ടിലെ മരങ്ങൾക്കോ ചെടികൾക്കോ ഒന്നും ഒരു കുഴപ്പമില്ല, മനുഷ്യന്മാര് മാത്രം മരിച്ചിങ്ങനെ കിടക്കുക. ഒരളവിലധികം ശബ്ദം ചെന്നാ നെഞ്ചു പൊട്ടി മനുഷ്യൻ മരിക്കും, അല്ലെ? നമുക്കറിയണ കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് ചില ആൾക്കാർ ഇല്ലാതാക്കിയത്. ചില ആളുകളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയാണ് ചെയ്തത്. ചില ആളുകളെ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ഇപ്പൊ പാപങ്ങൾ വർദ്ധിക്കുമ്പോ അത് ചിലപ്പോൾ ശിക്ഷയായി വരാം. ചിലത് എല്ലാ അപകടങ്ങളും അള്ളാഹുവിന്റെ അടുത്തുള്ള ശിക്ഷയാണെന്നൊന്നും നമ്മൾ പറയണില്ല, അല്ലെ? പരീക്ഷണങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയുള്ളൂ. പക്ഷെ വ്യക്തിഗതമായി വ്യക്തിയുടെ തിന്മക്കനുസരിച്ച് ഒരുപക്ഷെ അങ്ങനെയും വിലയിരുത്തേണ്ടി വരും. ഇനി ഇത് നമുക്കുള്ള നാലാമത്തെ ഒരു പാഠം എന്താ അറിയോ? മനുഷ്യന്റെ ചെയ്തികളുടെ ഫലമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ്. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിൻ നാസ്. മനുഷ്യന്റെ ചെയ്തികൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ മനുഷ്യന്റെ നേരെ വരുന്നത് എന്നാണ്. അപ്പോ നമ്മളുടെ പ്രവർത്തനം നന്നായാൽ വലൗ അന്ന അഹ്ലൽ ഖുർആന ആമനു വത്തഖൗ, ഒരു ജനത വിശ്വസിക്കുകയും അവര് സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, ആകാശത്തു നിന്ന് അല്ലാഹു അനുഗ്രഹങ്ങളെ വർഷിക്കും. വൽ അർളി, ഭൂമിയിലും അല്ലാഹു അനുഗ്രഹങ്ങൾ കൊടുക്കും. വലാകിൻ കദ്ദബു, പക്ഷേ മനുഷ്യൻ അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ നിരാകരിക്കുകയും നിഷേധിക്കുകയുമാണ് ചെയ്തത് എന്നതും യഥാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒമാ അസാബക്കും മിൻ മുസീബത്തിൻ, നിങ്ങൾക്ക് ബാധിക്കുന്ന ഓരോ ദുരന്തവും ഓരോ ദുരിതവും ഫബിമാ കസബത്ത് ഐദീക്കും, അത് നിങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മാർത്ഥത്തിൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻസർ വന്നു, നമുക്ക് ബുദ്ധിമുട്ട് വന്നു, സൂക്ഷ്മമായി പരിശോധിച്ച് ചെല്ലുമ്പോ അതിൽ നമ്മുടെ ഒരു റോൾ ഉണ്ടാകുന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം, അല്ലെ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത വീഴ്ചകൾ അതിന്റെ പിന്നിൽ ഉണ്ടാകും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് തന്നെ പോകണം. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്താ അറിയോ? അഞ്ചാമത്തെ ഒരു കാര്യം, നമുക്ക് എന്തൊക്കെ വന്നാലും നമുക്കതിലുള്ള ഒരു ആശ്വാസം എന്താണ്? നമുക്ക് രേഖപ്പെടുത്തപ്പെട്ടതല്ലാതെ ഒന്നും വരണില്ല. നമുക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെട്ടതുള്ളൂ. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും, ഭൂമിയിലോ നിങ്ങളിൽ സ്വന്തത്തിലോ ഒന്നും സംഭവിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, എല്ലാം നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിന് അത് പ്രയാസമുള്ളതല്ല. അപ്പോ ഈരാറ്റുപേട്ടയില് സർവ്വ കടകളിലും വെള്ളം കയറണമെന്ന് പടച്ചോൻ രേഖപ്പെടുത്തിയോണ്ട് വെള്ളം കയറിയതല്ല, അല്ലെ? പടച്ച റബ്ബിനറിയാം മനുഷ്യന്റെ ഇടപെടലുകൾ, പ്രകൃതിയിലെ കാര്യങ്ങൾ, ഇതൊക്കെ സംഭവിക്കുമ്പോ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇവിടുന്ന് കോട്ടക്കൽ വരെയുള്ള വഴി ഞാൻ വൃത്തിയായിട്ട് ഇവിടെ എഴുതി വെച്ചു. അതിൽ ഓരോ ഹമ്പും ഓരോ വളവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. ഒരാളതിൽ പോയി നോക്കിയപ്പോ അങ്ങനെ തന്നെയുള്ളത്. അവിടെ കുണ്ടുണ്ട്, കുഴിയുണ്ട് എന്നൊക്കെ ഉണ്ട്. അയാൾ അവിടെ എത്തുമ്പോ അയാൾ ആക്സിഡന്റ് ആയി കഴിഞ്ഞാല് ഞാനാണ് അയാൾ ആക്സിഡന്റ് ആക്കിയെന്ന് പറയാൻ പറ്റൂല. എനിക്ക് ഈ വഴികളെ സംബന്ധിച്ച് അറിയാം, അതുകൊണ്ട് ഞാനത് അവിടെ എഴുതി വെച്ചു, അല്ലെ? അതുകൊണ്ട് പടച്ചോന്റെ ഖദറിനെ വിശദീകരിക്കാൻ പോകുന്ന ഉദാഹരണം അല്ല ഇത്. പക്ഷെ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാവണതിന്റെ ഭാഗമായിട്ട് പറയണം. ഒരു ക്ലാസ്സിൽ 5 കുട്ടികൾ ഭയങ്കര കളിയാ. ഇവരുടെ മാർക്ക് ലിസ്റ്റിലെല്ലാം 0 എഴുതി വെച്ചു. റിസൾട്ട് വന്നപ്പോ ഫുള്ള് 0. അപ്പൊ മാഷി ഞങ്ങളെ 0 എന്ന് പറയാൻ പറ്റുമോ? ഈ കളി കളിച്ചാൽ ഇവൻ എവിടേക്ക് എത്തുമെന്ന് മാഷിക്ക് അറിയാം. മാഷി ഇത് കുറെ കാലമായിട്ട് തുടങ്ങിയതാണ്. എന്ന് പറഞ്ഞ പോലെ റബ്ബ് മനുഷ്യനെ സഞ്ചരിക്കാൻ സ്വതന്ത്രമായ വഴികൾ കൊടുത്തിട്ടുണ്ട്. ആ വഴികളിൽ എവിടെ അവന് പ്രവേശിക്കാം. പക്ഷെ റബ്ബിന് അറിയും മോൻ എങ്ങോട്ട് പോവുക, എവിടെ എത്തുക എന്ന് റബ്ബിന് അറിയാം. ആ അറിവനുസരിച്ച് റബ്ബ് അവന്റെ അവസാനത്തെ വിധി എഴുതി വെക്കുന്നു, അത്രേ ഉള്ളൂ, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വരുമ്പോ ഇതിനൊക്കെ ആ രീതിയിൽ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാത്രല്ല, നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോ നമുക്ക് ചുറ്റുമുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ സഹായിക്കുക എന്നുള്ളത്. ആ സഹായം പല
രീതിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയും. അല്ലെ, മൻ കാന ഫി ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫി ഹാജത്തിഹി. ആരെങ്കിലും മൻ കാന ഫി ഹാജത്തി അഖീഹി, ആരെങ്കിലും തന്റെ സഹോദരന്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ കാന അല്ലാഹു ഫി ഹാജത്തിഹി, ആ വ്യക്തിയുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ട് കൊടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ട് കൊടുക്കുന്നതാണ്. പ്രയാസം അനുഭവിക്കുന്നവരെ പ്രയാസങ്ങൾ അഴിച്ചു കൊടുക്കാനുള്ള ഇടപെടൽ നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ ഉള്ള ഒരു സദസ്സാണ്. നമ്മുടെ മുന്നിൽ ഒരു ഫയൽ വന്ന ആ ഫയൽ എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും എന്നല്ല ആലോചിക്കേണ്ടത്. അതിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു കൊറി ചെയ്തച്ചാൽ മതി, അല്ലെ? പിന്നെ ഇപ്പൊ ഇന്നത് പ്രകാരം ഇത് പ്രശ്നമാണ്. നിയമങ്ങൾ പൊതുവെ അങ്ങനെയായിരിക്കും. നിയമങ്ങൾ എല്ലാ സൂക്ഷ്മ വശങ്ങളും എടുത്തു നോക്കിയാൽ ഒക്കെ ഇത് മനുഷ്യന്മാരുണ്ടാക്കുന്നതായതുകൊണ്ട് കൊടുക്കാതിരിക്കാനുള്ള കാര്യം ഉണ്ടാകുക. 5 സെന്റ് ഭൂമിയുണ്ട്, 10 സെന്റ് ഭൂമിയുണ്ട്, ലൈഫ് പദ്ധതി കിട്ടൂല. എന്താ കാര്യം? 10 അങ്ങനെയുള്ളവർക്ക് കിട്ടൂല, അതന്നെ കാര്യം. പക്ഷെ ഈ ഭൂമി ഇങ്ങനെ കുത്തനെയാണ്, ഈ ഭൂമി ഇങ്ങനെ കുത്തനെ കിടക്കാണ്, അവിടെ വീടുണ്ടാക്കാൻ പറ്റൂല. അപ്പൊ എന്താണ്, താമസയോഗ്യമായ ഭൂമി എന്നൊരു വാക്കയിൽ കയറിയാല് ഹൈറാണ്, അല്ലെ? ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ സീറ്റിലിരിക്കുമ്പോ അവര് അനുഭവിക്കുന്ന ഇത്തരം നിയമപ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് പഠിക്കാൻ ഒരു മീറ്റിംഗ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, വില്ലേജ് ഓഫീസർ പറഞ്ഞാണ്, എന്ത് അവിടെ വാസയോഗ്യമായ എന്നുള്ള അല്ലെങ്കിൽ ഉപയോഗം ഒരു ഒറ്റ വേർഡ് കയറിയാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം, പ്രശ്നമല്ല. അപ്പൊ ഞാൻ പറയണത്, നമ്മൾ ആളുകളെ സഹായിക്കാനാണ് ആലോചിക്കേണ്ടത്. അല്ലെ, നിങ്ങളൊരു ഡോക്ടറാണ്, നിങ്ങളെ മുന്നിലുള്ള നിയമം അനുസരിച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും. പക്ഷെ ആ പേഷ്യന്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? അയാൾക്ക് 60,000 കീമോ അടിക്കാനുള്ള പൈസ അയാളടുത്തില്ല. നിങ്ങൾ നിങ്ങൾക്കിത് തരുന്ന ആളെ വിളിച്ചിട്ട് നിങ്ങൾ പറയണത് ഇങ്ങനെ എന്റെ ഒരു പേഷ്യന്റ് ആണ്, ഇങ്ങനെ ഒരു കേസാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യണം. അത് നമ്മുടെ പ്രൊഫഷനോട് നമ്മൾ കാണിക്കേണ്ട ബാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളൊരു വക്കീലാണ്. ഈ കേസ് നിങ്ങൾക്ക് ഒരുപാട് കൊണ്ടുപോകാം, അല്ലെ? ഈ കേസ് ഒരുപാട് കൊണ്ടുപോകാം. ആസ് എ പ്രൊഫഷൻ നിങ്ങൾക്ക് അതിനൊരു ഫീസ് വാങ്ങണമെന്നൊന്നും പ്രശ്നമല്ല. പക്ഷേ ആ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ നടത്തുന്ന ഒരു ഇടപെടലില്ലേ, ആ സാധനത്തിന് പടച്ചോൻ തരുന്ന സമ്മാനത്തിന്റെ പേരാണ് സ്വർഗം. അതാണ് മൻ കാന ഫി ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫി ഹാജത്തിഹി. നിങ്ങൾ ഒരാളുടെ ആവശ്യം പൂർത്തീകരിച്ചാൽ ഇറങ്ങിക്കൊടുത്താൽ അള്ളാഹു നിങ്ങളുടെ ആവശ്യവും എന്ത് ചെയ്യും? പൂർത്തീകരിച്ചു തരും എന്നാണ്. മാത്രമല്ല, മൻ ഫറജ അൻ മുസ്ലിമിൻ ഖുർബതൻ ഫറജ അല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബാതി യൗമിൽ ഖിയാമ. ഒരു മുസ്ലിമിന്റെ ബുദ്ധിമുട്ടുകൾ നീക്കാൻ ഒരാൾ ഇറങ്ങിയ പരലോകത്തെ ബുദ്ധിമുട്ടുകൾ നീക്കുന്നതാണ്. മുസ്ലിമിന്റെ മാത്രമല്ല, ആരതും. ഇവിടെ സ്പെസിഫിക് ആയി ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് മാത്രം. നോക്കൂ നിങ്ങൾ, മാത്രല്ല പിന്നെ മസ്ജിദുൻ നബവിയിലെ ഇഅ്തികാഫിനേക്കാളും എനിക്കിഷ്ടം ഒരു വ്യക്തി മറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കാൻ ചെന്നു കൊടുക്കലാണെന്നാണ്. പൈസ ഗൂഗിൾ പേയിൽ അയക്കല് ചിലപ്പോൾ വലിയൊരു പ്രശ്നമാവില്ല, ഒരു 500 രൂപ അയച്ചു കൊടുക്കല് വലിയൊരു പ്രശ്നമാവില്ല. പക്ഷെ ഒരാളുടെ കൂടെ ചെന്ന കാര്യം ഒന്ന് പരിഹരിച്ചു കൊടുക്കുക. 1,00,000 രൂപ ചിലപ്പോ അയാളുടെ ഹോസ്പിറ്റൽ ബില്ലിന് കൊടുക്കല് വലിയ പ്രശ്നമാവില്ല. എന്നാലോ നല്ലൊരു കള്ളിമുണ്ട്, ഒരു ടീഷർട്ടൊക്കെ എടുത്ത് അത് നമ്മളെ ബാഗിലിട്ട് ഇന്ന് രാത്രി ഞാൻ അവിടെ നിന്നോളൂ, അയാളൊന്ന് പോയി, ഒരു 10 ദിവസമായില്ലേ, മൂപ്പരൊന്ന് പോയി കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷായി വീടൊക്കെ ഒന്ന് തുറന്നൊന്ന് അടച്ചൊക്കെ ഒന്ന് പോന്നോട്ടെ എന്ന് വിചാരിക്കുക. അല്ലെ, അവര് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയാൽ അവരുടെ വീട് അതിന് താമസയോഗ്യമല്ല. ആ കക്കൂസെന്നൊക്കെ എന്താണ് വെള്ളം ലീക്കുള്ള ഒരു സ്ഥലം. അവിടെ ഈ എന്താ പറയാ, ഈ കിഡ്നി പേഷ്യന്റ് ഇൻഫെക്ഷൻ സാധ്യതയുണ്ട്. നേരെ അവരെ വിളിച്ചിട്ട് നമ്മളുണ്ടാക്കി വീട്ടിലുണ്ടാക്കി കൊടുത്തു. ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനം എന്ന് പറയുന്നത്, ഇടപെടൽ എന്ന് പറയുന്നത്. ഈരാറ്റുപേട്ടയിലെ നമ്മളെ സുഹൃത്തുക്കള് പിന്നെ ഇത് ചെയ്യുന്നുണ്ട്, ഈ മോട്ടോറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, 100 മോട്ടറുള്ള കിണറുണ്ട് എന്ന് പറഞ്ഞ, 100 മോട്ടർ വെച്ച കിണറുണ്ട്. മിക്കവാറും ഒരു മോട്ടർ വെച്ച ഒരു കിണറുമില്ല, 10ഉം 15ഉം മോട്ടറാണ് ഓരോ കിണറ്റിലും. നിങ്ങൾ നാലിച്ചൊക്കെ ആ മനുഷ്യന്മാരുടെ ചേർന്ന് നിൽക്കല്. അതുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ എന്തുണ്ടായില്ല അറിയോ, ക്യാമ്പ് ഉണ്ടായില്ല. നമുക്കൊക്കെ ഉള്ള പാടാണ്. ക്യാമ്പ് ഉണ്ടായില്ല. സർക്കാർ കളക്ടർ ആവർത്തിച്ച് ചെയർമാനോട് ക്യാമ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടും ക്യാമ്പൊക്കെ ആള് വന്നില്ല. കാരണം പ്രശ്നം ബാധിച്ച ഓരോരുത്തരെയും വണ്ടിയിൽ വന്നിട്ട് കുടുംബക്കാരോട് കൊണ്ടുപോയി. അഭിമാനിക്കണം നമ്മള്, കുടുംബക്കാരോട് കൊണ്ടുപോയി. സർക്കാരിന് ക്യാമ്പ് വെക്കേണ്ടി വന്നില്ല. ഞാൻ പറയുന്നത്, മാതൃകകൾ ചിലപ്പോഴൊക്കെ സമൂഹത്തിൽ നിന്ന് പലയിടത്തും നമുക്ക് കിട്ടും. അത് ഏറ്റെടുക്കാൻ നമുക്കും പറ്റണം. വലിയ വീടുകൾ ഉണ്ടാവും, പ്രവാസി വീടുകളായിരിക്കും, അത് അടച്ചിട്ടിട്ടുണ്ടാവും. അപ്പുറത്ത് ടാർപോളിൻ ഷീറ്റിൽ 1.5 വയസ്സായ കുട്ടിക്ക് പാലും കൊടുത്ത് അവളുടെ തൊട്ടിയിൽ വെള്ളം വീഴാതിരിക്കാൻ കൊടിയും ചൂടി ഈ പെരുമഴക്കാലത്ത് ജീവിക്കണവരുണ്ടാകും. നമ്മളെ
പ്രവാസി സുഹൃത്തിന്റെ ആ വീടിന്റെ അടുക്കളയും അതേപോലെ തന്നെ അപ്പുറത്തെ റൂം മാത്രം തുറന്നെടുത്താൽ മതി. ഒന്നും ചെയ്യൂല സാധുക്കള്. ഈ മഴ കഴിഞ്ഞ അവര് പതുക്കെ ടാർപോളിൻ ഷീറ്റിന്റെ താഴത്തേക്ക് തന്നെ പോകും. കാരണം അവനവന്റെ അധ്വാനത്തിൽ നിന്നുണ്ടാക്കുന്ന ആ പിന്നെ ചെത്തിത്തേക്കാത്ത നിലത്തുറങ്ങുന്ന സുഖം വേറെ ആളുടെ വീട്ടിൽ കിട്ടൂല, അത് ഉറപ്പാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കുറച്ച് ഉയർന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു ഘട്ടമാണിത്. വളരെ ഉയരത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ്. ആ നിലക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അനുബന്ധമായിട്ടുള്ള ഒരു വിഷയമാണ് എനിക്ക് നിങ്ങളെ ഉണർത്താനുള്ളത്. നമ്മുടെയൊക്കെ മക്കളെ പഠിപ്പിക്കുന്ന മദ്രസ അധ്യാപകർ, വെറുതെ നിങ്ങൾ അവരുടെ ഒരു ജീവിത പരിസരം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. മദ്രസാധ്യാപകർ പലർക്കും അത് മാത്രമായിരിക്കും അവരുടെ ഒരു ജീവിത വഴി. നല്ല കാലത്ത് അതിലേക്ക് കയറിയിട്ടുണ്ടാവും, പിന്നെ വേറെ തൊഴിലൊന്നും പഠിച്ചിട്ടും ഉണ്ടാവില്ല, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ മദ്രസ അധ്യാപകരുടെ കാര്യത്തിൽ വലിയൊരു ഇടപെടൽ കഴിഞ്ഞൊരു 2 വർഷമായി നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ വർഷത്തിലൊരു വെള്ളിയാഴ്ച പള്ളികളിൽ അവരുടെ കാര്യം പറയും, ഒരു ഫണ്ട് പിരിക്കും. ആ ഫണ്ടിന്റെ ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം 14 മദ്രസ അധ്യാപകർക്ക് വീട് കൊടുക്കാൻ പറ്റി. പലരുടെയും മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റി. വലിയ പ്രൊഫഷണൽ കോഴ്സ് അടക്കമുള്ളതിന് പറഞ്ഞേക്കാൻ നമുക്ക് പറ്റി. പലരുടെയും രോഗചികിത്സകളിലേക്ക് സംഭാവനകൾ കൊടുക്കാൻ പറ്റി. അപ്പൊ ഞാന് ഇന്ന് മറ്റു വിഷയങ്ങളൊന്നും പറയാതെ ഈ വിഷയം ഊന്നി പറയുന്നത്, ഒരു 500 രൂപയൊക്കെ ഇടാൻ പറ്റിയ ആളുകൾ ഒരു 500 രൂപയാണ് ഇടേണ്ടത്. ഞാൻ എന്റെ നാട്ടിലെ പള്ളിക്ക് വേണ്ടി പിരിച്ചപ്പോ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? പറഞ്ഞിട്ടില്ല. ഇതൊരു വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കുറെ ആളുകളുടെ രോഗചികിത്സ, അതേപോലെ തന്നെ അവരുടെ വീട്, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. ഈ മദ്രസ കഴിഞ്ഞതിന്റെ ശേഷമുള്ള ചെറിയൊരു സമയത്ത്, മദ്രസന്റെ ഒരു ചെറിയ സമയം കഴിഞ്ഞ് പിന്നീട് അവരുടെ മുന്നിലുള്ള ആ സമയത്ത് അവർക്കുള്ള ഒരു സംരംഭം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ള ഒരു ഫണ്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതൊന്ന് മനസ്സറിഞ്ഞ് നമ്മളെല്ലാവരും അതിൽ ഇടപെടണം. നമ്മൾ കൊടുക്കുന്ന ഈ തുക ഖബറിൽ നമുക്കുണ്ടാകും എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അതിന്റെ ഗുണം ദുന്യാവിൽ ഉണ്ടാകും. അത് ഇരട്ടിയാക്കി പടച്ചോൻ തരുന്നത് പരലോകത്തേക്ക് മാത്രമുള്ളതൊന്നല്ല. നമ്മളാ കൊടുത്തതിന്റെയൊക്കെ ഇരട്ടി നമുക്ക് കിട്ടും. നമ്മൾ കോവിഡ് കാലത്ത് പലരും ഒരു ജോലിയില്ലായിട്ടും ജീവിച്ചു പോയത് എങ്ങനെ? അത് പലയിടത്തും നമ്മൾ കൊടുത്ത സ്വതക്ക പടച്ചോൻ അങ്ങനെ തന്നതാണ് നമുക്ക്. നമ്മൾ മറക്കരുത് കേട്ടോ. നമ്മളെ വലിയ ഹോസ്പിറ്റൽ ബില്ല് വരുമ്പോ നമുക്ക് പൈസ സംഘടിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെ? അതിങ്ങനെ പല ബക്കറ്റിലിട്ടെ, വരാന്തിയിൽ കിടക്കുന്ന ബക്കറ്റിലും ഗൂഗിൾ പേ, അവിടെ കാണുന്ന ഗൂഗിൾ പേന്റെ QR കോഡിലൊക്കെ ഇട്ട പൈസ എന്നാണ് എന്ത് ചെയ്യണത്, ഇതൊക്കെ വരുന്നത്. അത് നമ്മള് എല്ലാവരും ഗൗരവത്തിൽ ആലോചിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. വല്ലാത്തൊരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിഷമിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നമ്മൾ തീർച്ചയായും പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ സുരക്ഷിതരല്ലാത്ത ഇടങ്ങളിൽ താമസിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ നമുക്ക് വേണം. അത് നമ്മളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്, നമ്മുടെ ഫർളിൽപ്പെട്ടതാണ്. എന്താണ്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ പൂർണ്ണ വിശ്വാസിയായിട്ടല്ല അന്ന് രാത്രി ഉറങ്ങണത് എന്ന് റസൂലുള്ള പഠിപ്പിച്ചത്. അത് എന്താ പറയാ, പിന്നെ അടുപ്പത്ത് വേവണ ഫുഡിന്റെ കാര്യത്തിൽ മാത്രം പറഞ്ഞതല്ല, അവൻ താമസിക്കണ മേൽക്കൂരയുടെയും അതുപോലെ തന്നെ അവന്റെ രോഗചികിത്സയുടെയും കൂടി കാര്യത്തിൽ പറഞ്ഞതാണ്. അത് നമ്മൾ മറക്കരുത്. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഒറ്റക്ക് പറ്റൊന്നുമില്ല, പക്ഷെ അതിനൊരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നാൽ തീർച്ചയായും നടക്കാത്തതൊന്നുമില്ല. നമുക്കതൊക്കെ നടപ്പിലാക്കാൻ കഴിയും. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ വിഷമം അനുഭവിക്കുന്ന, അതിന്റെ തീക്ഷ്ണമായ പ്രതികരണങ്ങൾക്ക് വിധേയരാക്കപ്പെട്ട മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സാമൂഹ്യ സംവിധാനങ്ങളൊക്കെ വളരെ ചടുലമായി പ്രവർത്തിച്ച് അത് ലക്ഷ്യത്തിലെത്തുന്നത്, ഏറ്റവും ശരി ദിശയിൽ അത് സഞ്ചരിക്കുന്നത് കാണാനുള്ള, അതിന്റെ വാർത്തകൾ അറിയാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. ഇതുപോലത്തെ കെണികളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിച്ച് യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി മരിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു നൽകുമാറാകട്ടെ. കലിമത്തു തൗഹീദിനെ ജീവിതമാക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ربنا وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى